എന്തായാലും കുട്ടികൾക്ക് സമ്മർ വെക്കേഷനൊക്കെ തുടങ്ങിയില്ലേ, നമുക്കൊരു ഫാമിൽ കുട്ടികളെയൊക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഫാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ. ഇത് നീണ്ടൂരുള്ള ചെമ്മാച്ചൻസ് എന്നാണ് അവിടെയൊക്കെ പറയുന്നത്. ജെ ഫാംസ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഒരു 50 റുപ്പീസാണ് എൻട്രി വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കുള്ള പാർക്ക്, പിന്നെ കുറച്ച് ആനിമൽസ്, കുറച്ച് വാട്ടർ ബോട്ടിങ്, ചെറിയ ബോട്ടിങ് പോലത്തെ ഒരു ആക്ടിവിറ്റി, പിന്നെ ഒരു ഫുഡ് കോർട്ട്, അങ്ങനത്തെ ചെറിയൊരു സെറ്റപ്പാണ്. 50 റുപ്പീസിന് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള കുട്ടികൾക്കുള്ള പാർക്കിനോട്ടുള്ള എൻട്രിയുടെ ഒരു ഇതാണ്. നല്ല രസത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സെറ്റപ്പാണിത്. പിന്നെ ഇത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറേ മൃഗങ്ങളുടെ രൂപങ്ങളും പക്ഷികളുടെ രൂപങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു കാട്ടുപോത്തിൻ്റെ രൂപമാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഇതും, പിന്നെ കുറേ പ്ലാന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മാവും ജാതിക്കയും എല്ലാം ആയിട്ട്. ഇത് പ്രാവുകളാണ്. ഇതെല്ലാം സെയിലിനുള്ളതാണ്. അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഒരു ചെറിയൊരു ടാങ്കിൽ ചെറുതായിട്ട് കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നാണ്. റാബിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ഡോഗ്സ്, പിന്നെ കോഴികൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു താമര കുളമാണ്. കുറേ താമര വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഭാഗത്തൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. ഞങ്ങൾ പകൽ വീട്ടിലെല്ലാം ഇരുന്ന് ഭയങ്കര ചൂടെടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ചെന്നത്. ഇവിടെ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളായിരുന്നു. ആ ജാതിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുളമാണ്. കുളത്തിൽ ഫിഷുണ്ട്. ഫിഷിനെ നമുക്ക് ഫീഡ് ചെയ്യാം. ഭയങ്കര വലിയ ഫിഷുകളാണ് ഇവിടെ ഉള്ളത്. പേര് കോയിക്കാർപ്പിൻ്റെയൊക്കെ വെറൈറ്റീസും ഉണ്ട്. പിന്നെ ഈ ബ്ലാക്ക് കളറിലുള്ള മീൻ ഭയങ്കര വലുതായിരുന്നു. പിന്നെ കുറേ മീനുകളുണ്ട് ഇവിടെ. ഈ ഈ താമരയുടെ കുളം 2-3 ഉണ്ട്. ഈ കുളത്തിൽ കുറേ പൂക്കളുണ്ടായിരുന്നത്. ഇതാണ് ഇവിടെ ബോട്ടിങ്ങിനും 50 രൂപ എന്താണ് 2 പേർക്ക് വരുന്നത്. അത് ഭയങ്കര അഫോർഡബിളാണ്. അതുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പാടത്തിലോട്ടുള്ളൊരു വഴിയാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 2 സൈഡിലും തെങ്ങൊക്കെ ആയിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നപ്പോൾ അതൊരു ഇതാണ്. നല്ല കാറ്റും കാര്യങ്ങളായിരുന്നു ഇവിടെ വന്നത്. അപ്പോൾ ഈ ബോട്ടിങ്ങിൽ പോകാൻ എനിക്ക് എപ്പോൾ താല്പര്യം തോന്നില്ല. ബിക്കോസ് ഇത് ഈ പടിഞ്ഞാറ് സൈഡിലോട്ടായിരുന്നു ഈ ബോട്ട് ചവിട്ടി പോകുന്നത്. നല്ല വെയിലായിരുന്നു ആ ഭാഗത്തുനിന്ന്. അങ്ങോട്ടേക്ക് നല്ല രീതിക്ക് അടിക്കും. പക്ഷെ അല്ലാതെ നിൽക്കുമ്പോൾ കാറ്റുണ്ടായിരുന്നു. പിന്നെ കുറേ താറാവും കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കോഴിമുട്ട അങ്ങനെ എല്ലാം ഇവിടെ വിൽപ്പനയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറേ പ്ലാന്റ്സിൻ്റെ തൈകളും വിത്തുകളും കാര്യങ്ങളൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇറച്ചിയും സെല്ല് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, മറ്റേ ഡക്കിൻ്റെയൊക്കെ. അങ്ങനെ ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പുറത്താണ് കുട്ടികൾക്കുള്ള കുറച്ചധികം തന്നെ റൈഡുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെക്കേഷൻ നമുക്ക് പോയി നോക്കാം അടുത്തുള്ളവരൊക്കെ.